നമ്മൾ ആദ്യം ഡെറിവേഷൻ വിത്ത് ഇൻറ്റഗ്രേഷൻ പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് ചെറുതായിട്ട് നോക്കാം. ഓക്കെ, മാത്തമാറ്റിക്സ് പ്ലസ് ടു പഠിക്കാനുള്ള ചാപ്റ്ററാണ്. സോ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, പക്ഷേ നമുക്ക് ഫിസിക്സിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇൻറ്റഗ്രേഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട 3 കാര്യം: എന്തിന് ഇൻറ്റഗ്രേഷൻ, വൈ, വാട്ട് ഈസ് ഇൻറ്റഗ്രേഷൻ, എന്താണ് ഇൻറ്റഗ്രേഷൻ, ആൻഡ് ഹൗ, എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഹൗ തന്നെ ഗ്രാഫ് വെച്ച് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഫിസിക്കൽ പ്രോസസ്സിങ്ങിനായിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ആൻഡ് ഫുള്ളി അനലിറ്റിക്കലായിട്ട്. ഇത് മാത്തമാറ്റിക്സിലാണ് പഠിക്കുന്നത്. ഇന്നത്തെ ഒരു ബേസിക് റിസൾട്ട്സ് മാത്രം നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഗ്രാഫ് മെയിൻലി മാത്തമാറ്റിക്സ് റിലേറ്റഡാണ്, ബട്ട് ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്രോസസ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഗ്രാഫായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇതെല്ലാം റിലേറ്റഡാണ്, ഈ മൂന്നും റിലേറ്റഡാണ്. ഓക്കെ, ഇനി വൈ, എന്തിന് എന്നുള്ളതിന് ചോദ്യം. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി നമ്മളിപ്പം ലോവർ ക്ലാസ്സിൽ പഠിച്ച കണക്ക് നോക്കുകയാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റും. പ്ലസ് നമ്മൾ 9ലോ 10ലോ ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി കിട്ടും. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്ന 2 കേസാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ്, ആ ഒരു ഫ്രിക്ഷനുള്ള ഒരു സർഫസ്, ആ സർഫസിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് എസ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എസ് തന്നെയാണ്. പക്ഷേ ഇനി അടുത്ത വേറൊരു കേസ് നമ്മൾ നോക്കുകയാണ്. ഈ കേസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്പ്രിങ് അറ്റാച്ച്ഡ് സാധനമാണ്. ഈ മാസിൽ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയ പോലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കത്തില്ല ഇവിടെ കിട്ടുന്നത്. കാരണം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേറൊരു ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കേസ് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വർക്കിനെ നമുക്ക് ഡയറക്റ്റ് എഫ് ഇൻറ്റു എസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ഈ ബോഡിക്കകത്ത് നമ്മളിപ്പം ഈ വെറുതെ ഈ സ്പ്രിങ് ഇല്ല ഒന്നും ചെയ്യാതിരിക്കുമ്പം ഒരു ഫോഴ്സ് നോക്കുകയാണെങ്കിൽ അതിനൊരു ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഡിസ്റ്റൻസ്, ഈ ഫോഴ്സിൽ നിന്ന് ഇങ്ങോട്ടും ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലെങ്കിൽ കെ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് മാറിയതിനനുസരിച്ചാണ് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് പോകുന്നത്. നമുക്ക് ഇനി പഠിക്കാനുണ്ട്, ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ് കൂടി വരും. ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് സ്പ്രിങ് തിരിച്ച് വലിക്കുന്ന ഒരു എമൗണ്ട് കൂടി വരും. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിസ്റ്റൻസ് ഓക്കെ സെയിം ആണെന്ന് നമുക്ക് പറയാമെങ്കിലും അത് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ഇവിടെ നിന്ന് ഇവിടം വരെയും ഡിഫറൻറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ വേരി ചെയ്യുന്നൊരു കേസിൽ നമുക്കൊരിക്കലും വെറുതെ ഫോഴ്സിന് ഡിസ്റ്റൻസാണ് വർക്ക് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ കേസ് ഇതുപോലുള്ള കേസുകളിലാണ് നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വൈ ഇൻറ്റഗ്രേഷൻ എന്നുള്ളതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് വാട്ട് ഈസ് ഇൻറ്റഗ്രേഷൻ. നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് എ സോർട്ട് ഓഫ് ആവറേജിങ്. ജസ്റ്റ് ആവറേജിങ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു സോർട്ട് ഓഫ് ആവറേജിങ്. കാരണം ഇപ്പം ഒരു 10 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കുറേ 100 മുട്ടായി കൊടുക്കുകയാണെങ്കിൽ ഓരോ ആളുകൾക്കും അതിൻ്റേതായ രീതിക്ക് വേരിയേഷനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് എ സോർട്ട് ഓഫ് ആവറേജിങ് ആണെന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇറ്റ്സ് എ സോർട്ട് ഓഫ് ആവറേജ്, ഇറ്റ്സ് നോട്ട് ആവറേജിങ്. ഇറ്റ് സോർട്ട് ആയി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻസൈറ്റ്സ് കിട്ടും. ഇനി നമുക്ക് ഹൗ എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ആൻഡ് നമുക്ക് ആദ്യമേ ജസ്റ്റ് മാത്തമാറ്റിക്സ്, പ്യുവർ മാത്തമാറ്റിക്സ് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഗ്രാഫിന് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, അങ്ങനെ 2 കോർഡിനേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കർവ് നമ്മളുണ്ടാക്കി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പരാബിളാണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വിളിക്കാം. ഒരു ലൈൻ ആണെങ്കിൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് വിളിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സിൻ്റെ ടേംസിൽ വൈ കിട്ടുന്ന രീതിക്കുള്ള കർവുകൾ എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഞാൻ ഡിഫറൻസിയേഷൻ്റെ പഠിച്ചപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു വൈ എഫ് ഓഫ് എക്സ് ഒരു കർവ് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പോൾ 2 ലിമിറ്റ് എക്സിൻ്റെ 2 ലിമിറ്റ് x1 x2 എന്ന് പറയുന്ന 2 ലിമിറ്റിൻ്റെ ഇടയ്ക്ക് ഉള്ള ഏരിയ, അതായത് ഈ കർവിൻ്റെ അടിയിലുള്ള ഈ ഒരു ഏരിയ കിട്ടണമെന്ന് കുറിച്ചു. അപ്പോൾ ആ ഏരിയ കിട്ടുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത്രയേ ഉള്ളൂ, ഇൻറ്റഗ്രൽ എസ് എന്ന് പറഞ്ഞ പോലെ കിടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ എന്നാണ് അതിനർത്ഥം. ഇൻറ്റഗ്രൽ എവിടം വരെയാണ് x1 to x2 ആൻഡ് x1 to x2 ഏത് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനിൽ കൂടി നമ്മൾ എടുക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അത് എക്സിൻ്റെ ടേംസിലായിരിക്കണം കിടക്കേണ്ടത്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സ് സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ എക്സ് ക്യൂബ് ആയിരിക്കും, എം എക്സ് പ്ലസ് സി ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ ടേംസിലായിരിക്കണം ഈ സംഭവം കിടക്കുന്നത്. അതിൽ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഡി എക്സ് ഉണ്ടല്ലോ, ഡി എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ, അപ്പം അതിൻ്റെ ലിമിറ്റാണ് വരേണ്ടത്. മനസ്സിലായി? അപ്പം ഇവിടെ ഇപ്പം ടൈമാണെന്ന് വെച്ചോ, ഇത് ടൈം ഇത് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം ആയിരിക്കും വരുന്നത്. അപ്പോൾ T1 to T2 എന്ന് പറയുന്ന ടൈം ആയിരിക്കും വരുന്നത്. അപ്പം ടി വരണം, എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് വരണം. T1 to T2 എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് വരണം, ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഏരിയ എടുക്കാൻ വേണ്ടി നമുക്ക് ഇൻറ്റഗ്രേഷൻ എങ്ങനെ ഉപയോഗിക്കാം, ഇതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഈ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കുക, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്.
ഇനി നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനായിട്ട് ഇതെങ്ങനെ കൃത്യമായിട്ട് വരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലോസറായിട്ട് അതേ ഫിഗർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞു x1 to x2 ആണ് പറഞ്ഞു, f(x) ആണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ്, അപ്പം നമുക്ക് മിക്ക ഫിസിക്സിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നൊരു ചോദ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. അതായത് ഞാനിപ്പം ഇങ്ങനെ ഇതിപ്പം എക്സ് ഡയറക്ഷൻ ഇങ്ങോട്ടും ഇത് വൈ ഡയറക്ഷനും ആണെങ്കിൽ ഞാൻ ഈ ഒരു കർവിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സിൽ ഞാനാണ് എടുത്തത്. ഒരു ആർബിട്രറി എക്സ് ആണ്. ശരിക്കും ഒരു എക്സ് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മളൊരു ആർബിട്രറി ഒരു എക്സ് ഡിസ്റ്റൻസിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് നമ്മൾ വെറുതെ കൺസിഡർ ചെയ്തിട്ട് ആ എക്സ് ഡിസ്റ്റൻസിൽ നിന്ന് ഡി എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ ചെറിയൊരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു വിട്ട് എടുക്കുകയാണ്, ഒരു കൊച്ചൊരു വിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഡി എക്സ് എന്നുള്ളത് ചെറിയൊരു ഡെപ്ത് എടുക്കുകയാണ്. ആൻഡ് ഈ എക്സിൻ്റെ സമയത്ത് ഇതിപ്പം എക്സ് ഡിസ്റ്റൻസ് മാറി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ f(x) ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് എക്സ് ഡിസ്റ്റൻസ് മാറുമ്പോഴത്തേക്ക് ഈ വൈ വാല്യൂ f(x) ആയിരിക്കും. അപ്പോൾ f(x) ആയിരിക്കും. ഇനി ഈ f(x) എന്ന് പറയുന്നത് ആ ഒരു വൈയുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പം വൈ ഡയറക്ഷനുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറും, എക്സ് ഡയറക്ഷനിൽ എക്സ് ഡിസ്റ്റൻസ് മാറുമ്പോഴത്തേക്ക് രണ്ട് എക്സ് ഡയറക്ഷനാണ് ഈ ഗ്രാഫ് വെച്ചിരിക്കുന്നത്. പക്ഷേ എക്സ് ഡിസ്റ്റൻസ് പറയുന്നത് നമ്മൾ ഒരു ആർബിട്രറി എക്സ് എടുക്കുന്നതാണ്. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് മാറുമ്പോൾ അവിടെ ആ ഗ്രാഫിൻ്റെ ആ ഒരു പൊക്കം എന്ന് പറഞ്ഞാൽ f(x) എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്, കാരണം y f(x) ആയതുകൊണ്ട് എക്സ് ഡിസ്റ്റൻസ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആയിരിക്കും f(x) ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ആ y വാല്യൂ കിട്ടി. ഇനി നമുക്ക് അവിടെ നിന്നൊരു ചെറിയൊരു സ്ട്രിപ്പ് dx എന്ന് പറയുന്ന ചെറിയൊരു സ്ട്രിപ്പ്, ആ ചെറിയ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി 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 ചെറിയ സ്ട്രിപ്പാണ്. സച്ച് ദാറ്റ് ഈ f(x)നെ നമുക്ക് ആ f(x)ൻ്റെ എന്ന് പറയുന്ന സംഭവം നമ്മൾ മാറാതെ നിൽക്കുന്ന രീതിക്കുള്ള ഒരു dx ആണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക ഒരു അൺറിയൽ കൺസെപ്റ്റാണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് എക്സ് മാറിയാലും f(x) മാറുന്നുണ്ട്. എങ്കിലും ഇവിടെ ഒരു ചെറിയ അസംപ്ഷനാണ്. dx വളരെ ചെറുതാക്കി വെച്ചിട്ട് f(x) മാറാതെ നിൽക്കുന്ന ടൈപ്പുള്ളൊരു dx. അതായത് കുറേ ഇപ്പം ഈ ഒരു ഇതിനകത്ത് നമുക്കൊരു ശരിക്കും ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടത്തില്ല, കാരണം മേളിൽ ഒരു കർവുണ്ട്. അപ്പോൾ ഈ എക്സ് നമ്മൾ ചെറുതാക്കി വരുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്കൊരു ചെറിയൊരു റെക്റ്റാങ്കിൾ പോലെ നമുക്ക് തോന്നും. ആ ഒരു സ്ട്രിപ്പ് ഈ എക്സ് ചെറുതായി വരുമ്പോൾ ചെറിയൊരു റെക്റ്റാങ്കിൾ ആയിട്ട് തോന്നും. ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ dx ആയിരിക്കും. അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ f(x) ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചോദിച്ചോളുക. ആൻഡ് അപ്പോൾ അവിടുത്തെ ആ ഒരു കൊച്ചു സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ f(x) dx ആയിരിക്കും. f(x) ഇൻറ്റു dx, കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ എഴുതിയേക്കുന്ന f(x) ഇൻറ്റു dx. ഇനി അതിനെ നമ്മൾ x1 to x2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. x1 to x2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും അത് നമുക്ക് പഠിക്കാം. ഇൻറ്റഗ്രേഷൻ ഡിഫറൻസ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്നൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കും. അത്രയും നമ്മൾ പോകണ്ട. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്സ്, ഷോർട്ട് കട്ട്സ്, ഫോമുലാസ് നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ വരുന്നത് പഠിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം ഒരു ഫിസിക്കൽ പ്രോസസ്സ് വെച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫ് വെച്ചുള്ളത് നമ്മൾ അതിൻ്റെ ഹൗ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഫിസിക്കൽ പ്രോസസ്സ് വഴി എങ്ങനെ ഈ ഹൗ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ വാട്ട് വി ഡൂയിങ് ഈസ് നമ്മൾ ഒരു യൂണിഫോം മോഷൻ കൺസിഡർ ചെയ്യണം. ജസ്റ്റ് ഫിസിക്കൽ പ്രോസസ് ആയിട്ടുള്ള ഒരു യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ വി ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ ടി ഡയറക്ഷൻ, ടൈമിൻ്റെ ഡയറക്ഷൻ. ഇത് ഞാൻ വൈനും കൂടെ എടുത്തിട്ട് കാരണം XY ഡയറക്ഷനാണ്. അതുപോലെയാണ് ഇത്. XYയും പകരം ഇവിടെ എക്സിന് പകരം ടിയും വൈക്ക് പകരം വിയും. ഈ വൈ കോഡ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. അതൊക്കെ മാത്സിൽ പഠിച്ചോളും. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി ഈ ഡയറക്ഷനും ടൈം ഈ ഡയറക്ഷനും പുട്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് എടുക്കുകയാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് വെലോസിറ്റി ഞാൻ V0 എന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ V0 അപ്പോൾ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനനുസരിച്ച് V0 മാറുന്നില്ല. സോ ലാഗ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും യൂണിഫോം മോഷൻ്റെ കേസിൽ. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് T1 ഉം T2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട്, രണ്ട് ടൈമുണ്ട്. ഈ ടൈമിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഈ ഒരു ഏരിയ നമുക്ക് എടുക്കണം. ഓക്കെ, ആ ഏരിയ എടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വൈ കോർഡിനേറ്റ് എന്താണോ അതേ ഇൻറ്റു എക്സ് കോർഡിനേറ്റ് എന്താണോ അതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഞാൻ പറഞ്ഞു y ഇൻറ്റു dx എന്ന് പറയുന്ന ആ ഒരു കൊച്ചു സ്ട്രിപ്പാണ്. അപ്പം ആ ഒരു കൊച്ചു സ്ട്രിപ്പിനെന്ന് പറഞ്ഞാൽ ഈ ആദ്യമേ നമ്മൾ y വരുന്നുണ്ട്, പിന്നെ നമുക്ക് എക്സിൻ്റെ ഡയറക്ഷൻ വരും. അപ്പം ഇവിടുത്തെ ക്വാണ്ടിറ്റി ഇൻറ്റു ഇവിടുത്തെ ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് എപ്പോഴും ഇൻറ്റിഗ്രേഷൻ ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതോ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഈ കേസിൽ കിട്ടുന്നത്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയ V0 നടന്നുകൊണ്ടിരിക്കുകയാണ്. T1 to T2 എന്നുള്ള അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക്
ആദ്യമേ ജസ്റ്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടിയും ഇത് വൈ കോർഡിനേറ്റ് തന്നെയാണെന്ന് അസ്യൂം ചെയ്ത് ഞാൻ പറയുകയാണ്. കാരണം വി നമുക്ക് അവസാനം കൺഫ്യൂഷൻ ആയി പോകരുത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ കേസിൽ നമുക്കറിയാം ഒരു ലൈൻ പാരലൽ ടു എക്സ് ആക്സിൽ കൂടെ പോവുകയാണ്. അപ്പം y = v0 എന്നുള്ളതായിരിക്കും ഈ ലൈൻ്റെ ഇക്വേഷൻ. കാരണം y എപ്പോഴും v0 തന്നെയാണ്, എക്സ് എങ്ങനെ മാറിയാലും y v0 തന്നെയാണ്. സോ y = v0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലായിട്ട് ആ v0 എന്ന് പറയുന്ന ആ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനായിരിക്കും പറയുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞുകൊണ്ടെന്ന് ഇപ്പം പഠിച്ചിട്ടുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ആൻഡ് സോ അത് മനസ്സിലായി. സോ y = v0 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ആൻഡ് ഇവിടുത്തെ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു, t1 to t2 ഇൻ്റഗ്രൽ y എന്ന് പറഞ്ഞാൽ f of t, y എന്ന് പറഞ്ഞാൽ f of t ആണ്, ഇൻറ്റു ഡി ടി. അപ്പോൾ ഇൻ്റഗ്രൽ t1 to t2 ഇൻറ്റു y ഇൻറ്റു ഡി ടി. ഡി ടി എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് ഇവിടെ വരുന്നത് ഡി ടി, ചെറിയ സ്റ്റെപ്പ് ഡി ടി ആയിരിക്കും ഇവിടെ വരുന്നത്, കൊച്ചു ഡി ടി ആണ്. അപ്പോൾ അങ്ങനെയാണ് വൈയുടെ ടേംസിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ഇത് വൈയുടെ ടേംസിലല്ല, നമുക്കിത് ഈ ടി വി കോർഡിനേറ്റ്സിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വൈക്ക് പകരം നമ്മൾ വി കൊടുക്കും എന്നുള്ളൊരു കാര്യമുള്ളൂ. സോ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വി ടി വി കോർഡിനേറ്റ്സിൽ. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ t1 to t2 ഇൻറ്റു v0 ഡി ടി. കാരണം വി ഡി ടി ആണ്, പക്ഷേ വി എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ ഒരു കർവ് എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ v0 തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെയും. സോ ഇറ്റ്സ് ഇൻ്റഗ്രൽ t1 to t2 ഇൻറ്റു v0 ഡി ടി എന്ന് മനസ്സിലായി. ആൻഡ് ഈ v0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് v0 ഇൻ്റഗ്രലിനെ പുറത്തെടുക്കാം. അത് ഫസ്റ്റ് റിസൾട്ടാണ് പഠിച്ചെടുക്കണം. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സാധനം നമ്മൾ ഇൻ്റഗ്രലിനകത്ത് വന്നാൽ നമുക്ക് പുറത്തെടുക്കാം, പക്ഷേ അത് ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ടീനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ നമുക്കത് പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. സോ v0 ഇൻറ്റു ഇൻ്റഗ്രൽ t1 to t2 ഇൻറ്റു ഡി ടി എന്ന് പറയും. ആൻഡ് അടുത്ത നമ്മൾ സ്റ്റെപ്പ് നോക്കേണ്ടത്, ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഡി ടി മാത്രമേ അകത്തുള്ളൂ. ഇൻ്റഗ്രലിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടി ആയിട്ട് മാറും. ഡി ടി ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴത്തേക്ക് വെറും ടി ആയിട്ട് മാറും, അത് ഓർത്തോണം. ആൻഡ് ഈ ഇൻ്റഗ്രൽ t1 to t2 എന്നുള്ള സാധനം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് t2 t1 എന്ന് കൊടുക്കും. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ v0 അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് v0 ഇൻറ്റു t2 മൈനസ് t1 ആണ്. അതായത് ആ ഒരു t1 t2 എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് ടൈമിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു പർട്ടിക്കുലർ സമയം ഇൻറ്റു വെലോസിറ്റി v ഇൻറ്റു. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിഫോം മോഷൻ, അത് നമ്മൾ ഡിസ്റ്റൻസ് വി ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ് നമ്മൾ ഇൻ്റഗ്രേഷനിൽ കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് വരും. ഇനി കൂടുതൽ അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ്, ഫുള്ളി അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡ്. കൂടുതൽ +2 മാത്സിൽ പഠിക്കും, പക്ഷേ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് പഠിക്കണം. സോ അത് നമുക്ക് ഇപ്പോൾ പഠിക്കാം. അപ്പം ഒരു കാര്യം നോക്കണം, ഇൻ്റഗ്രൽ a to b x ഇൻറ്റു ഡി എക്സ് എന്നൊരു ഫോമുല വന്നെന്ന് വെച്ചാൽ, അപ്പം അത് നമ്മൾ എക്സ് ആണ് ഇവിടെ കിടക്കുന്നത്, നമ്മൾ x² / 2 എന്നുള്ള രീതിക്കാണ് മാറ്റുന്നത്. പിന്നെ മുകളിലും താഴെയും ബിയും എയും കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ലിമിറ്റ് ബി എടുത്തിട്ട് കൊടുക്കുമ്പം b² / 2 ആവും, മൈനസ് എ എടുത്തിട്ട് കൊടുക്കുമ്പം a² / 2 എന്ന് വരും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിന് സിമിലർ ആയൊരു സംഭവമാണ് ഇൻ്റഗ്രൽ 0 to t dt എന്ന് പറയുന്നത്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞത് a to b x dx പോലെ തന്നെയാണ്. ഇവിടെ എക്ക് പകരം 0യും ബിക്ക് പകരം ടിയുമാണ് വന്നിരിക്കുന്നത്. ഈ ടി എന്ന് പറഞ്ഞാൽ ഈ അകത്തിറക്കുന്ന ടി അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റാണ്, ഒരു ഫിക്സ്ഡ് ടൈമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിൾ പോലെയാണ്, ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേരിയബിൾ കോർഡിനേറ്റ് പോലെയാണ് സംഭവം. പക്ഷേ ഈ ടി എന്ന് ഉള്ളത് ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഓർത്തോണം. സോ ഇൻ്റഗ്രൽ 0 to t dt എന്ന് പറഞ്ഞാൽ t² / 2 ആണ്. t² / 2 ആണ്. ഇതിനൊരു ഒറ്റ ഫോമുല ഉണ്ട്, നമുക്കത് പിന്നെ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, t² / 2 ആണ്, 0 to t ആണ്. അങ്ങനെ നമുക്ക് ടി കൊടുക്കുമ്പോഴത്തേക്ക് t² / 2. കാരണം ഈ t² അകത്ത് t² എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ടി ആണ്, ഒരു പർട്ടിക്കുലർ ടൈം. അപ്പോൾ ഇപ്പം തെറ്റിപ്പോകുന്ന പോലെ 0 to t0 എന്ന് പറഞ്ഞാൽ കൊടുത്തത്. കാരണം t0 എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയം നമുക്കുണ്ട്. 0 എന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയം വരെ നമ്മൾ പോകുന്നുണ്ട് ഇവിടെ. അപ്പം ഈ ടി ഡി ടിക്കകത്തുള്ള ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേരിയബിൾ, ടി എന്ന് പറയുന്ന വേരിയബിൾ ആണെന്നുള്ള സംഭവമാണ്. ഡി ടി എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിളിൻ്റെ കൊച്ചു ചേഞ്ചാണ് പറഞ്ഞത്. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ t² / 2 വന്നു. ഓക്കെ, അത് മനസ്സിലായി. ഇനി അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ ഇൻ്റഗ്രൽ a to b 2 dx എന്ന ഫോമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് 2നെ എടുത്ത് പുറത്തെഴുതാനായിട്ട് സാധിക്കും. സോ 2 പുറത്തെഴുതുമ്പോൾ ഇൻ്റഗ്രൽ a to b dx ആണ്. dx എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ എക്സിന് നമ്മൾ ബിയും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്ക് 2 × b - a വരും. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റഗ്രൽ a to b dx എന്ന് പറഞ്ഞാൽ ജസ്റ്റ് x ആണ്. ഓക്കെ, അത് മനസ്സിലായി. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ശരിക്കുള്ള ഫോമുല. അതായത് ഇൻ്റഗ്രൽ a to b x⁻n dx. അപ്പം x³ ആണെങ്കിൽ x1 ആണെങ്കിൽ x⁻0 ആണ്. വെറും dx x⁻0 ആണല്ലോ, x⁻1 ആണല്ലോ. അപ്പം x⁻n dxൻ്റെ ബെസ്റ്റ് ഒരു ഫോമുല എന്ന് പറഞ്ഞാൽ x⁻n + 1 / n + 1
അതിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണ്. എ തൊട്ട് ബി വരെയുള്ള ലിമിറ്റ് കൊടുക്കുകയാണ്. സോ x⁻n ആണെങ്കിൽ ആ മുകളിലത്തെ സാധനത്തിന് ഒന്ന് കൂട്ടണം, ഡിവൈഡ് ബൈ n+1. ആ n+1 എടുത്ത് ഇങ്ങോട്ട് ഇടണം, താഴോട്ട് ഇടണം. അപ്പം x⁻n ആണെങ്കിൽ x⁻n+1 ഡിവൈഡ് ബൈ n+1. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണാൻ പഠിച്ചിരിക്കേണ്ട ഫോമുലയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള ഫോമുലയാണ്. സോ പിന്നെ ഇതിനെ ഞാൻ അപ്പർ ലിമിറ്റ് കൊടുത്ത് ലോവർ ലിമിറ്റ് കൊടുത്ത് എത്രയൊക്കെ തന്നെ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിളിലോട്ട് പോവാം, നോക്കാം. ഫൈൻഡ് ഏരിയ അണ്ടർ ദ ലൈൻ y = 2x ബിറ്റ്വീൻ x = 0 ആൻഡ് x = 3 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. x0-ഉം x3-യും ആയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് y = 2x എന്ന് പറയുന്ന ലൈന് ഉണ്ടാക്കിയ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ജസ്റ്റ് ഒരു ലൈനുണ്ട്, അത് നമ്മൾ ആ ലൈൻ നമുക്ക് ഊഹിക്കാൻ പറ്റും. ജസ്റ്റ് എക്സും വൈ നമ്മൾ വയ്ക്കുന്നു. നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0 ആണ്. അപ്പോൾ സോ ഒറിജിൻ ഒരു പോയിൻ്റാണ് ആ ലൈൻ്റെ. പിന്നെ 1 കൊടുക്കുമ്പം നമുക്ക് y2 എന്ന് കിട്ടുന്നു. x1 കൊടുക്കുമ്പോൾ y2 എന്നുണ്ട്. സോ 1, 2 എന്ന് പറയുന്ന പോയിൻറ്റ്, അത് x1 y2 എന്ന് പറഞ്ഞ പോയിൻറ്റ്. അടുത്തത് x2 എന്ന് പറഞ്ഞാൽ y4 എന്ന് പറഞ്ഞ പോയിൻറ്റ്, അങ്ങനെ 6 എന്ന് പറഞ്ഞ പോയിൻറ്റ്, അതാണ് 3, 6 അങ്ങനെ ഇൻ 2ന് മൾട്ടിപ്പിളുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഗ്രാഫ് നമ്മൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത്. ഇതൊന്നും ഇല്ല കേട്ടോ, ഇതൊന്നും നോക്കണ്ട. ഞാൻ ജസ്റ്റ് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഒന്ന് കണ്ണടച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുമ്പോഴേ കുറച്ചുകൂടെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ y = 2x എന്ന് പറയുന്ന ലൈൻ ബിറ്റ്വീൻ x = 0 ആൻഡ് x = 3 ഇടയ്ക്കുള്ള ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 3 y dx ആണ്. y എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ y dx ആണല്ലോ. ഇനി ഇവിടെ എപ്പോഴും എത്തിയിരിക്കുന്ന സംഭവം ഇത് നമുക്ക് അറിയാം. ഇനി അടുത്ത പിള്ളേർ എന്ത് ചെയ്യും, വൈനെ എടുത്ത് അങ്ങ് പുറത്തെടുക്കും, കാരണം y കോൺസ്റ്റൻ്റ് എന്നുള്ളൊരു അസംപ്ഷൻ കഴിയും. പക്ഷേ അല്ല, y എന്ന് പറഞ്ഞാൽ 2x ആണ്. സോ 2xനകത്ത് x ഉണ്ട്. സോ അതൊരിക്കലും നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ പുറത്തെടുത്താൽ തെറ്റാണ്. ഹിയർ y is not a constant. സോ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to 3 2x dx എഴുതണം. എന്നിട്ട് ഈ 2 എടുത്ത് പുറത്തിടണം, കാരണം 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് 2 കിടന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 പുറത്തിട്ടിട്ട് ഇൻ്റഗ്രൽ 0 to 3 x dxൻ്റെ ഫോമിൽ നമുക്കറിയാം x² / 2. സോ ജസ്റ്റ് 2 × x² / 2 എന്നുള്ളൊരു ഫോമിൽ നമ്മൾ എത്തുവാണ്. 0 to 3 ആണ് ഇതിൻ്റെ ലിമിറ്റ്. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് എടുത്ത് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. സോ 2 അവിടെ 2 × ഇവിടെ 2 വന്നു, 3² വന്നു, മൈനസ് 3² / 2 വന്നു, മൈനസ് 0² / 2 വന്നു. സോ അങ്ങനെ നമുക്ക് 9 യൂണിറ്റ് സ്ക്വയർ എന്നുള്ള സംഭവം നമുക്ക് കിട്ടി. സോ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഗ്രാഫ് ഇവിടെ ജസ്റ്റ് വരച്ചേക്കുന്നതിൻ്റെ ആവശ്യമില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും എന്നുള്ളത്. അപ്പം ഇതായിരിക്കും ആ ലൈൻ നമ്മൾ പറഞ്ഞു. കാരണം 1, 2, 3 1 കൊടുക്കുമ്പോൾ ഞാൻ 2 ഇട്ടു, 2 കൊടുക്കുമ്പോൾ 4 ഇട്ടു, 3 കൊടുക്കുമ്പോൾ 6 ഇട്ടു. സോ 0 to 3 വരെയുള്ള അതിൻ്റെ ഏരിയയാണ് വേണ്ടത്. നമുക്ക് ഒരു ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു 3 × 6. സോ ഹാഫ് ഇൻറ്റു 3 × 6 എന്ന് വരുന്ന, അതായത് ഹാഫ് ഇൻറ്റു 3 × 6 ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 3 × 3 9 യൂണിറ്റ് സ്ക്വയർ എന്നുള്ളത് വന്നു കഴിഞ്ഞു. സോ ഇത് രണ്ടും എന്താണ് നമുക്ക് മനസ്സിലായി. ഇൻ്റഗ്രേഷൻ ചെയ്ത സാധനം തന്നെയാണ് നമുക്കിവിടെ വെറുതെ ഏരിയ എടുത്തപ്പോഴും കിട്ടിയത്. സോ അപ്പം ഇത് ആക്ച്വലി ഈ ഒരു ഇതിൻ്റെ കാര്യത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരു സ്ട്രൈറ്റ് ലൈനൊക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷേ വലിയ പരാബോള, ഹൈപ്പർബോള അങ്ങനെയുള്ള കർവുകളൊക്കെ വരുമ്പോഴും x³ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഏരിയ എടുക്കാൻ സാധിക്കത്തില്ല. ആ കേസിൽ ഇൻ്റഗ്രേഷൻ്റെ യൂസ് ഭയങ്കര വലുതാണ്. സോ ഇതാണ് ഈ ബേസിക് ഇൻ്റഗ്രേഷൻ. ഇക്വേഷൻസ് മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വെലോസിറ്റി, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് പ്രൂഫ് ചെയ്യാം.